കാലങ്ങൾക്ക് ശേഷം എടുക്കുന്ന ഒരു വ്ലോഗ് ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള മിസ്റ്റേക്കുകളും കാര്യങ്ങളും നമ്മുടെ ഈ ഒരു വ്ലോഗിലുണ്ട് കേട്ടോ. അതായത് പുതിയത് എന്തെങ്കിലുമൊക്കെ നടക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് വീണ്ടും ഞാനിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ വ്ലോഗിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും കഴിക്കുന്നതിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ഒരു ദിവസത്തിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഐറ്റംസാണ് ഈ കാണുന്നത്. വലിയ ഒരുപാട് വാവ് എന്ന് പറയാനുള്ള വ്ലോഗൊന്നുമല്ല, കുട്ടി കുട്ടി വ്ലോഗുകളാണ്. പുട്ടുണ്ട്, ചപ്പാത്തി ഉണ്ട്, അതിൻ്റെ കൂടെ നമുക്ക് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് എന്താ ഉള്ളത്, ചെറുപയറിൻ്റെ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊന്നും ഉണ്ടാക്കുന്നില്ല, വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഫോണിലാണ് എടുക്കുന്നത്. ഫോണെന്ന് പറയുമ്പോൾ അതിൻ്റെ ബാക്കിൽ വേറെയും കുറേ സ്റ്റോറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ പറയാം. അപ്പോൾ ചായയൊക്കെ കഴിച്ചതിന് ശേഷം ഞാനിതേ ഉച്ചക്കത്തേക്കുള്ള ഐറ്റംസൊക്കെ ഓരോന്നോരോന്ന് ഉണ്ടാക്കുക കേട്ടോ. വലിയ കാര്യമായിട്ടൊന്നുമില്ല. നമ്മൾ പരിപ്പും തക്കാളിയും മെയിനായിട്ടുള്ള കറിയാണ്. മുളകിട്ട് വെക്കുക, തേങ്ങ അരയ്ക്കാതെ പരിപ്പും തക്കാളിയും മുളകിട്ട് വെക്കുന്ന ഒരു കറിയാണ് നമ്മളിന്നിവിടെ വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള പരിപ്പ് ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 2 പച്ചമുളക്, ഇത് ഉണ്ടമുളകാണ് കേട്ടോ, നല്ല എരിവുണ്ടാവും. അപ്പോൾ 1 2 ഇട്ടാൽ മതിയാവും, അതിൽ കൂടുതൽ ഇടേണ്ട ആവശ്യമില്ലാത്തതിനോണ്ട് 2 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി. ഈ മുളക് പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഓൾറെഡി നമ്മൾ പച്ചമുളക് നല്ല എരിവുണ്ടാവും. അതേപോലെ ഈ മുളക് പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെയാണ് ഇട്ട് കിട്ടുക. പാക്കറ്റ് മുളക് പൊടിയല്ല, നമ്മൾ 100 ഗ്രാം മുളക് പൊടി 200 ഗ്രാം മുളക് പൊടി എന്നൊക്കെ പറഞ്ഞിട്ട് ലൂസായിട്ട് വാങ്ങിക്കൂലേ, അതാണ് കേട്ടോ. അതായത് നല്ല എരിവുണ്ടാകും. ഇവിടെ തന്നെ നമ്മുടെ ഇവിടുത്തെ കടലിൽ തന്നെ ഉണക്കി പൊടിപ്പിച്ച് വെക്കുന്ന മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ നല്ല എരിവുണ്ടാവും, കുറച്ചിട്ടാൽ മതി. പിന്നെ ഞാനൊരു ഇത്തിരി പുളി കൂടി എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. വെള്ളം എന്ന് പറയുമ്പോൾ പച്ചവെള്ളത്തിലല്ല, തിളപ്പിച്ചാറിയ വെള്ളമാണ് എല്ലാത്തിലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിട്ട് മാറ്റി വെച്ചു. ഇപ്പോഴേക്കും നമ്മുടെ പരിപ്പും മുളകും പച്ചമുളകും എന്താ പറയുക, മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. വെള്ളം എന്ന് പറയുന്നത് തിളപ്പിച്ചാറിയ വെള്ളം തന്നെയാണ് കേട്ടോ. നമ്മൾ രാവിലെ തന്നെ വലിയ പാത്രത്തിൽ വെള്ളം തിളപ്പിക്കും, കുടിക്കാനും ബാക്കിയുള്ള ഐറ്റംസിനൊക്കെ അത് തന്നെയാണ് എടുക്കുക. അതിലേക്ക് ഞാൻ തക്കാളി ഒരു 1/2 തക്കാളി എടുക്കുള്ളൂ കേട്ടോ, ഒരുപാട് വേണ്ട. കാരണം ഞാൻ മാത്രമേ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഉണ്ടാവുള്ളൂ. അതായത് അമ്മയച്ഛനും ഇവിടെ ഇല്ല, അപ്പോൾ അവർ അമ്മയുടെ വീട്ടിൽ പോയതുകൊണ്ട് അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് വരിക. അപ്പോൾ രാത്രിത്തേക്കുള്ള കറി മാത്രം മതി. അപ്പോൾ തക്കാളിയൊക്കെ മുറിച്ചിട്ടു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരുപാട് വേണ്ട ആവശ്യമില്ല. തക്കാളി ഒന്ന് വെന്ത് വരുന്ന ഒരു ടൈം വരെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില ഇട്ടു. പിന്നെന്താ, ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്നത് പോലെ ഇളക്കുക. പിന്നെ നമ്മൾ നേരത്തെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് പിഴിഞ്ഞൊഴിക്കുക. മൊത്തം വേണ്ട കേട്ടോ, തക്കാളി ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതിന് പുളി ഉണ്ടാവുമല്ലോ കുറച്ച്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പുളി കൂടി ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്, നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കടുക് വറ സമയമാണ്. നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കാം, ഒന്ന് പൊട്ടിച്ചെടുക്കാം. എന്നിട്ടത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വെണ്ടയ്ക്ക കൊണ്ടൊരു ഉപ്പേരി ഉണ്ടാക്കാം. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. നമുക്ക് നാട്ടിലേക്ക് ഇങ്ങനെയാണ് കേട്ടോ വെണ്ടയ്ക്കൊക്കെ പൊതിഞ്ഞിട്ട് തരിക. എന്താ പറയുക, ഒരു കടലാസിൽ പൊതിഞ്ഞിട്ടാണ് തരിക. പിന്നെ അധികവും ഇതൊരു വില്ലേജാണ്, ഒരു ഗ്രാമപ്രദേശം ആയതുകൊണ്ട് തന്നെ ഇവിടെ കിട്ടുന്ന എല്ലാ ഐറ്റംസും ഈ ഏരിയയിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെ വീഡിയോ ഒക്കെ ഉൾപ്പെടുത്താൻ പറ്റുമെങ്കിൽ ഞാൻ ശ്രമിക്കാം കേട്ടോ. നമുക്ക് കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ട് കുഞ്ഞതായിട്ട് അരിഞ്ഞെടുക്കാം.
ഇനി ഇതിലേക്ക് ഞാൻ പച്ചമുളക് ഒറ്റൊരു പച്ചമുളക്, നമ്മൾ ഉണ്ട പച്ചമുളകില്ലേ, അത് ഒറ്റൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്, മുറിച്ചിടുന്നുണ്ട് കേട്ടോ. പിന്നെ എടുക്കുന്നത് തേങ്ങയാണ്. ഒരുപാട് തേങ്ങയുടെ ആവശ്യമില്ല, കുറച്ച് മാത്രം മതി. ഉപ്പേരിയാണല്ലോ, അപ്പോൾ ഒരുപാട് തേങ്ങ ആയിട്ടുണ്ടെങ്കിൽ അതിനൊരു മധുരത്തിൻ്റെ ഒരു ടേസ്റ്റ് വരും തേങ്ങയുടെ. അപ്പോൾ അത്രയ്ക്ക് വേണ്ട, നമുക്ക് കുറച്ച് മാത്രം തേങ്ങ വേണം. ഇനി നമുക്ക് വേണ്ടത് ഉള്ളിയാണ് കേട്ടോ, സവാള. അത് നമുക്ക് കുഞ്ഞു കുഞ്ഞിതായിട്ട് അരിഞ്ഞെടുക്കാം. എന്നിട്ട് നിങ്ങളുടെ അടുത്ത് ഈ ചോപ്പറൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ് കേട്ടോ. എൻ്റെ അടുത്ത് ചോപ്പർ ഇല്ല. കണ്ടോ, ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ട് ഞാൻ ഈ കത്തി വെച്ചിട്ട് തന്നെ ഇതാക്കുകയാണ്. ഓൾറെഡി കുഞ്ഞതായിട്ടാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അത് ഒന്നുകൂടി ഒന്ന് ഒതുങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് ചതക്കിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെണ്ട, അതിലേക്ക് നമുക്ക് തേങ്ങയും നമ്മൾ നേരത്തെ അരിഞ്ഞ് കുഞ്ഞതായിട്ട് ആക്കി വെച്ചിട്ടുള്ള ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു ഹാഫ് പോർഷൻ മാത്രമേ ഞാൻ ഉള്ളി എടുത്തിട്ടുള്ളൂ, ഒരുപാടൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും, കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ഇതിലുണ്ടോ എന്നുള്ളത് ഡൗട്ടാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം. വളരെ കുറച്ച് വെള്ളം മതി കേട്ടോ. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കാം. ഓൾറെഡി വെണ്ടയ്ക്കയിൽ അതിൻ്റെ കൊഴുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഉപ്പേരിയാണ് വേണ്ടത്. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് കറി പോലെ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് വെളിച്ചെണ്ണ, ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്കാണ് നമ്മൾ ഈ ഒരു ഉപ്പേരിയുടെ മിക്സ് ഇടാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. ആ പാത്രം ജസ്റ്റ് ഒന്ന്, പാത്രത്തിൽ നമ്മൾ മിക്സ് ചെയ്തതാണല്ലോ, അതിൽ കുറച്ച് വെള്ളം മാത്രം എടുത്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്. ഒരുപാട് വെള്ളമായിട്ടുണ്ടെങ്കിൽ കറി പോലെ ആയിപ്പോൾ ഉപ്പേരി ആയിട്ട് കിട്ടുമല്ലോ കേട്ടോ. ഓക്കെ, ഇനി അത് അവിടെ നിന്ന് ആവട്ടെ. അപ്പോഴേക്കും എനിക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടിരുന്നു. രാവിലെ പുട്ടുണ്ടാക്കിയ പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. നമുക്ക് പാത്രം കഴുകാനുള്ളൊരു സ്പേസൊന്നും നമ്മുടെ വീട്ടിലില്ല കേട്ടോ. ചെറിയൊരു വീടാണ്. അപ്പോൾ ഇതേപോലെ അമ്മിയുടെ ആ ഒരു സൈഡിൽ നിന്നാണ് കേട്ടോ നമ്മൾ വാഷ് ചെയ്യുക, പാത്രമൊക്കെ വാഷ് ചെയ്യുക. എന്നിട്ട് വെള്ളം അപ്പുറത്തേക്ക് കൊണ്ടുപോയി ഒഴിവാക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ് കേട്ടോ. ഇതേപോലെ വെള്ളത്തിനും ബുദ്ധിമുട്ടാണ്, നമുക്ക് കിണറില്ല, വെള്ളം കൊണ്ടുവരണം. ഇപ്പോൾ പിന്നെ പൈപ്പ് വന്നതിനോട് പ്രശ്നമില്ല കേട്ടോ. അപ്പം ഞാൻ കുളിക്കാൻ വേണ്ടി പോയതാണ്. കുളി കഴിഞ്ഞ്, ഇത് നമ്മുടെ സോപ്പ് ഉണ്ടാക്കിയതാണ്. ഇത് കണ്ടോ, ഇതേപോലെയാണ് ഞാൻ ആക്കി വെക്കുക. ഇത് വന്നിട്ട് നമ്മുടെ തെച്ചിപ്പൂവല്ലേ, തെച്ചിപ്പൂവിൻ്റെ സോപ്പാണ് കേട്ടോ. തെച്ചിപ്പൂവും തേങ്ങാപ്പാലും വെച്ചിട്ടുള്ള സോപ്പ് ഉണ്ടാക്കി വെച്ചതാണ്. പിന്നെ ഇതേപോലെ ഉള്ളിലൊരു കവറുണ്ടാവും, അതിൻ്റെ പുറമെ വേറൊരു കവറും കൂടി. അപ്പോൾ ഉച്ചയ്ക്ക് ചോറുണ്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഐറ്റംസ് വേറെ ഒന്നുമില്ല, നമ്മുടെ പരിപ്പും തക്കാളിയും മുളകിട്ടതും ഉപ്പേരിയും പിന്നെ അച്ചാർ, ചേനേൻ്റെ അച്ചാറാണ് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യം മോൻ ഉണ്ടായിരുന്നു, രാവിലെ നേരം വൈകിട്ടാണ് എണീറ്റത്. അപ്പോൾ അതുകൊണ്ടാണ് രാവിലത്തെ വീഡിയോകളൊന്നും കാണിക്കാൻ വേണ്ടി പറ്റാഞ്ഞത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ്. ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ അമ്മയും അച്ഛനും വന്നത്. അവർ പിന്നെ ഓൾറെഡി ഫുഡ് അമ്മയുടെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അതിനോണ്ട് പ്രശ്നമില്ല, ഞങ്ങൾ രണ്ടാൾ മാത്രമേ കഴിക്കാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ അവന് എക്സാമും കാര്യങ്ങളൊക്കെ വരാനായതുകൊണ്ട് അതിൻ്റെ കുറച്ച് പരിപാടികളാണ് ഇപ്പോൾ ഈ കാണുന്നത്. അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു. വൈകുന്നേരം ആയിട്ടോ, നമുക്ക് വിളക്ക് എത്തിക്കണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ നോക്കുന്നത്. ഞാൻ എൻ്റെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് വെച്ച് വ്ളോഗും കാര്യങ്ങളൊക്കെ നിന്ന് പോയി, ചാനലേ നോക്കാതെ വന്നൊരവസ്ഥയായിപ്പോയി. അതൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ലൈഫ് ലോങ് നടന്ന കാര്യങ്ങളൊക്കെ പറയാനുണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ വൈകുന്നേരം നമ്മൾ ചായ അച്ചാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. വൈകുന്നേരം എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് ചായയൊക്കെ കുടിക്കുന്നതിൻ്റെ സുഖം വേറെ തന്നെയാണ്. അപ്പോൾ
അപ്പോൾ നമ്മൾ ചായയൊക്കെ കാച്ചിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, അച്ഛൻ പുറത്ത് പോയി, അമ്മയും അച്ഛനും പുറത്ത് പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർ വരുന്ന സമയത്ത് ചായക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കൊണ്ടുവരും. ആ ഒരു പ്രതീക്ഷയാണ്. അപ്പോൾ ഇന്ന് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതായിരുന്നു കേട്ടോ, പൊറോട്ട, നമ്മുടെ ഫേവറേറ്റ് ഫുഡ്. മാസത്തിൽ ഒരു ദിവസം എനിക്കും മോനും പൊറോട്ടയും ബീഫും മസ്റ്റാണ് കേട്ടോ, എന്തായാലും വാങ്ങിത്തരും. എപ്പോഴും ഇല്ല, എപ്പോഴും നോൺ വെജ് കഴിക്കുന്ന ആളുകളും ഇല്ല, മാസത്തിലൊരിക്കൽ ഇത് മസ്റ്റാണ്. കണ്ടോ, നമ്മുടെ നാട്ടിലുള്ള ഒരു ഹോട്ടലിൽ നിന്ന് വാങ്ങിയ കേട്ടോ, അടിപൊളിയാണ് അവിടുത്തെ ബീഫിൻ്റെ കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് വാങ്ങിയിട്ടുള്ള പൊറോട്ടയും ബീഫ് കറിയുമാണ് നമ്മുടെ ഇന്നത്തെ വൈകുന്നേരത്തെ ചായക്ക് കൂട്ടാനുള്ള ഭക്ഷണം എന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വേറൊന്നും കഴിക്കില്ല കേട്ടോ. പിന്നെ എങ്ങനെ കഴിക്കാനാ, എനിക്ക് ഓൾറെഡി ഇത്തിരി എന്തെങ്കിലും, ഒരുപാട് ഫുഡ് കഴിക്കുന്ന ആളല്ല. അപ്പോൾ എന്തെങ്കിലും വൈകുന്നേരം കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ രാത്രി കഴിക്കില്ല. ഒരു 6 മണി 6:30 ആകുമ്പോൾ നമ്മൾ ചായ കുടിക്കുന്ന സമയത്ത് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ രാത്രി പിന്നെ വേറെ ഫുഡൊന്നുമില്ല കേട്ടോ. കണ്ടോ, ബീഫും പൊറാട്ടയും ഇങ്ങനെ ചുരുട്ടി അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്നറിയോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിക്കുകയാണേ. ലൈറ്റിൻ്റെ കുറച്ച് ഇഷ്യൂവും കാര്യങ്ങളും ഉണ്ട്. പിന്നെ നമുക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്, ഒക്കെ സോൾവ് ചെയ്യണം. ഞങ്ങൾ കിടന്നുറങ്ങാൻ പോകാം കേട്ടോ. ഗുഡ് നൈറ്റ്. ഇനി വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം.